തലയ്ക്ക് അസുഖം വല്ല ആണെങ്കിലേ എല്ലാത്തിനും പൊക്കിയെടുത്ത് ഞാൻ പുറത്തെറിയും. മനുഷ്യർ തിന്നാനുള്ള സാധനം എടുത്താണോടെ മുറ്റത്ത് വരച്ചു കളിക്കുന്നത്. കേറി പൊടിയകത്ത്. നിങ്ങൾ എന്തോന്നാ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? ഞാനെല്ലാം കാണുന്നുണ്ട്. வீடுனா கோலம் போடுறதா வழக்கம். அப்பதான் லட்சுமி கரமா இருக்கும். கோலம் மாவுன்னு நினைச்சுதான் அதை எடுத்த. പുട്ട് ചുടാൻ വെച്ചിരുന്ന പൊടി എടുത്ത് നിന്നോടാരാ കോലം വരയ്ക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ? അമ്മ അടിപ്പാങ്ങളാ? അമ്മ അടിക്കാൻ വന്ന ബോധം കെട്ട് വീണു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ, தெரியாம இந்த தப்பு செஞ்சுட்டு இனிமே இப்படி செய்ய மாட்டேன். என்ன மன்னிச்சிடுங்க. നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും. ചിലപ്പോ അടിച്ചെന്നും വരും. അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, ഞാൻ ഉന്നെ വിടമാട്ടേൻ, നീ എൻ പുന്നകൈ മന്നൻ, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്താണ് അവിടെ? ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ. സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ട എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കി കൊന്നിടുവേ. എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കും. ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ. അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് അവക്ക് കൊടുത്തത് അല്ലേടാ? ഗായത്രി, നന്നായി ചെയ്തു. നമുക്ക് നമ്മുടെ ചേട്ടനെ ചേച്ചിമാരത്ത് ചോദിക്കാം. വിവേകേട്ടാ, നന്നായി ചെയ്തു എന്ന് പറയാനേ എനിക്ക് അത്രേ പറയാനേ തോന്നുള്ളൂ. കാരണം ഗായത്രി ഒരു എലിമിനേഷൻ റൗണ്ടൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് വന്ന് പെർഫോം ചെയ്യേണ്ടത് കുറച്ചുകൂടെ ഹാർഡ് ആൻഡ് ഹെവി ആയിട്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് അത്ര ആ ഒരു ഫീല് വന്നില്ല എന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാവരും നന്നായിട്ട് ഗായത്രി നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നല്ല, ബാക്കിയുള്ള പെർഫോമൻസിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അമ്മ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ആ മേക്കപ്പിനും ആ ഒരു എന്താ പറയുക, ആ വേഷത്തിനുമുള്ള ഇത് നീതി അമ്മ കാണിച്ചു എന്നുള്ളത് വളരെ പക്കയായിട്ടാണ് ചെയ്തു അമ്മ. വളരെ നന്നായി. ബാക്കി എല്ലാവരും ജഗതിയായാലും മറ്റേ ജയറാമായിരുന്നാലും എല്ലാം നന്നായിട്ട് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ ആ ഡാൻസിന് എനിക്ക് എവിടെ ചെറിയ കോറിലേഷൻ മിസ് ചെയ്ത പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു. ഓവറോൾ നോക്കുവാണെങ്കിൽ എല്ലാ പെർഫോമൻസസിനെയും വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ച് ഡൗൺ ആണ്. ഇനി ബാക്കി എന്താ അമ്മുവിനും സൗഭാഗ്യക്കും എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല. അമ്മു, ഗായത്രി ഈ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ആക്ടില് ഗായത്രിയുടെ പാട്ട് ഭയങ്കര കുറഞ്ഞു പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ആക്ട് ശരിക്കും പറഞ്ഞാൽ ആൻറ്റിയാണ് സ്കോർ ചെയ്തത്. ആക്ട് മൊത്തം ആൻറ്റിയാണ് കയറി ഫുൾ സ്കോർ ചെയ്ത ആൻറ്റിയാണ്. യു ഡിഡ് എ വെരി ഗുഡ് ജോബ്. ആൻഡ് ഇത്ര അടിപൊളിയായിട്ട് ലിപ് സിങ്കിങ് ഒക്കെ അടിപൊളിയല്ല, ടൈമിങ്ങും ഒക്കെ കറക്റ്റായിരുന്നു, സൂപ്പർബായിരുന്നു. ബാക്കി ചെയ്ത ആൾക്കാരും എല്ലാവരും അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തു. ഗായത്രി നന്നായിട്ട് ചെയ്തു, മോശമായിട്ടല്ല പറയണേ. പക്ഷേ ഗായത്രിയുടെ തന്നെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഒരു ഡൗൺ ആയ പോലെ തോന്നി എനിക്ക്. ആ ഒരു സോങ്ങിൻ്റെ പാട്ടാണെങ്കിലും കുറേ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു ക്ലംസിനെസ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു നീറ്റ്നെസ് ഉണ്ടായിരുന്നില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, നല്ലൊരു ആക്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ ഭയങ്കര ഒരു മിസ്സിങ് പാർട്ട് പോലെ തോന്നി എനിക്ക്. മേ ബി ഇന്നത്തെ ദിവസത്തിൻ്റെ ആയിരിക്കാം. സോ നെക്സ്റ്റ് ടൈം അതെന്തായാലും കോപ്പപ്പ് ചെയ്യാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സൗഭാഗ്യ ചേച്ചി, ഇത് തന്നെയായിരുന്നു എൻ്റെ ഒപ്പീനിയൻ പറയാൻ ഉള്ളത്. ഈ ഒരു പെർഫോമൻസ് ഇപ്പോൾ ഗായത്രിയുടെ വളരെ തുടക്കത്തിലുള്ള ഒരു ആക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്ന ഒരു ജേർണിക്ക് ഇത് ഓക്കെയാണ്. ബട്ട് ഇത്രയും ഒരു സ്റ്റേജ് പാസ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ മണിച്ചിത്രത്താഴ് പോലത്തുള്ള സീനൊക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോഴത്തേക്കും ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഗായത്രിക്ക് എനിക്ക് തോന്നി. ഇനി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു ഭയങ്കര സിമ്പിളായിട്ടൊരു സീൻ എടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു. ബിക്കോസ് നമുക്ക് ലിമിറ്റഡ് ടൈം അല്ലേ ഉള്ളൂ. എല്ലാം
ചുമ്മാ ഒരു റാൻഡംലി സെലക്ട് ചെയ്യാനുള്ളൊരു ടൈം നമുക്കില്ല. ഒരു ഷോ ഒരു പീരീഡ് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് മാക്സിമം ദി ബെസ്റ്റ് സെലക്ട് ചെയ്ത് പോർട്രേ ചെയ്യാനുള്ളൊരു അവസരമേ നമുക്കൊരു ഷോയിലുള്ളൂ. ആൻഡ് ഗായത്രിക്ക് യു ഹാവ് ദ കാലിബർ ടു ടേക്ക് യുവർ ഗ്രാഫ് ലൈക്ക് ദിസ്. കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കാനുള്ളൊരു ടാലൻറ്റ് ഉള്ള കുട്ടിയാണ് ഗായത്രി.